കോട്ടയം ഏറ്റുമാനൂരിൽ രണ്ട് മക്കളുമായി ജിസ്മോൾ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവിനെയും കസ്റ്റഡിയിലെടുത്തു. ഗാർഹിക പീഡനമുണ്ടായതിൽ നിർണായക തെളിവ് കണ്ടെത്തിയെന്നാണ് സൂചന. ടോബി ജോൺസൺ കോട്ടയത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. ടോബി, ഏറ്റുമാനൂരിലെ ഷൈനിക്ക് പിന്നാലെ നൊമ്പരമായി മാറുകയായിരുന്നു ജിസ്മോളും മക്കളും മിനിച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ ഇതാ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും കസ്റ്റഡിയിലെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ഇവർക്കെതിരെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവ് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന? നിറത്തിന്റെ പേരിലടക്കം കടുത്ത പീഡനം നേരിട്ടെന്ന് ഈ ജിസ്മോളുടെ ബന്ധുക്കളടക്കം ആരോപണം ഉന്നയിച്ച കേസ് കൂടിയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? സുഹൈൽ, തീർച്ചയായിട്ടും ഷൈനിയും മക്കളും മരിച്ചതിന് പിന്നാലെ നടന്ന ഈ സംഭവം കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഒരു അഭിഭാഷക അവരുടെ മക്കളുമായി പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് പിന്നിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടെന്ന് അന്ന് തന്നെ ബന്ധുക്കളും അതിനുശേഷം വിദേശത്തായിരുന്ന അച്ഛനും സഹോദരനും എത്തി കൃത്യമായി പറഞ്ഞിരുന്നു. ഗാർഹിക പീഡനം ഈ ജിസ്മോൾക്ക് വീട്ടിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരുന്നു. അതിൽ ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിന്റെ പിതാവിനും മാതാവിനും സഹോദരിക്കും പങ്കുണ്ട് എന്നുള്ള ഒരു വിവരമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. തുടർന്ന് ഈ ഒരു പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഏറ്റുമാനൂർ പോലീസ് ഒരു അന്വേഷണം കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിക്കൊണ്ടിരുന്നത്. ആ അന്വേഷണത്തിന് ഒടുവിൽ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതും ശാസ്ത്രീയ തെളിവുകൾ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഭർത്താവ് ജിമ്മിയെയും അതുപോലെ തന്നെ ജിമ്മിയുടെ പിതാവിനെയും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇരുവരും കസ്റ്റഡിയിലാണ് എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇവരിൽ നിന്നും ഇങ്ങനെ തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിൽ ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ മരിച്ച ജിസ്മോളുടെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ജിസ്മോൾ പറഞ്ഞതായിട്ടാണ് പിതാവ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിറത്തിന്റെ പേരിലും സമ്പത്തിന്റെ പേരിലും ഈ മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു, ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളൊരു പരാതിയാണ് അവർ ഉന്നയിച്ചത്. അത് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഈ മരണത്തിന് കാരണമായത് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗാർഹിക പീഡനമാണെന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും അത് സ്ഥിരീകരിച്ച് പറയേണ്ടത് പോലീസാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹേൽ, വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ജിസ്മോളുടെ നിറവും സമ്പത്തുമൊക്കെ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കും പ്രശ്നമായി തോന്നി. പിന്നീട് അങ്ങോട്ട് നിരന്തര മാനസിക ശാരീരിക പീഡനം. ജീവിച്ചു മുന്നോട്ട് പോകാൻ ഒരു ഗതിയുമില്ലാതെ, സഹിക്കാൻ ഇനി വയ്യാതെ ആ പാവം കുഞ്ഞുങ്ങളെയും ചൊത്ത് മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് സൂചന.